ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 22/11/2022. അപ്പോൾ ഇന്നത്തെ ഇത്തരം പരിപാടികൾ ഇന്നിവിടെ റിലീസാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ അതിൻ്റെയാണ് ഈ കാണുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആ പുൾ ബാക്ക് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതൊരു ഗ്രാബ് നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ ഇവിടെ ഒരു എഫ്ഇജി ഉണ്ട്. നമ്മളത് ഫോർ ആണെന്ന് തോന്നുന്നു. അതെ, ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, ഇന്നലെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും സ്പെഷ്യലായിട്ടുണ്ടായിട്ടില്ല. സോ നമ്മൾ ഇവിടെ ഒരു എഫ്ഇജി ഉണ്ട്, ഇവിടെ ഒരു എഫ്ഇജി ഉണ്ട്. ഈ ഒരു എഫ്ഇജിയിലാണ് നമ്മൾ ആദ്യത്തെ ഒരു റിയാക്ഷൻ എടുത്തത്. പക്ഷേ ആ എഫ്ഇജി ജസ്റ്റ് മെഡിക്കേറ്റ് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങുമായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ പ്രീവിയസ് ഡേ ഹൈ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു MB മെഡിക്കേഷൻ ബ്ലോക്ക് മെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞാണ് താഴേക്ക് ഇറങ്ങിയത്. സോ അങ്ങനെ തന്നെ പ്രൈസ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എന്താണ് ഏഷ്യ ചെയ്തതെന്ന് നോക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മേളിലേക്ക്. ആ ഒരു എഫ്ഇജിയിലേക്ക് മെഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അത് നല്ല രീതിയിൽ മെഡിക്കേറ്റ് ചെയ്തു, OBയിൽ മെഡിക്കേറ്റ് ചെയ്തു. പിന്നീട് അതൊരു MBയിൽ മെഡിക്കേറ്റ് ചെയ്തു. പിന്നീട് പ്രൈസ് മേളിലേക്ക് പോയി. ഇവിടെ ഒരു റിട്രേസ്മെൻ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ ന്യൂയോർക്ക് ഹൈസ് എടുത്തു കഴിഞ്ഞിട്ട് ആ റിട്രേസ്മെൻറ്റ് കറക്റ്റ് ഒരു എഫ്ഇജിയിലേക്കാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇതൊരു എഫ്ഇജി ആണ്. സോ പ്രൈസ് ജസ്റ്റ് ആ എഫ്ഇജിയിൽ മെഡിക്കേറ്റ് ചെയ്തു, ജസ്റ്റ് ഷാർപ്പ് മെഡിക്കേഷൻ. എന്നിട്ട് പിന്നീട് ആ ഒരു മെഡിക്കേഷൻ ബ്ലോക്കിൽ മെഡിക്കേറ്റ് ചെയ്തു. പ്രൈസ് നേരെ മേളിലേക്ക് റാലി വന്നു. നമ്മുടെ 2 to 3 സമയം ഈ 3 o'clock അതെ, കറക്റ്റ് 3 o'clock ക്യാൻഡിലാണ് ഈ കാണുന്നത്, 50 minute. അപ്പം ആ ഒരു ക്യാൻഡിലാണ് ആ ഒരു ഫോർമേഷൻ. അത് നമുക്ക് താഴത്തെ ലിക്വിഡിറ്റി സ്വീപ്പ്, പിന്നീട് ബ്രേക്കോ സ്ട്രക്ചർ, BMS, എവിടെ മാഗ്നറ്റ്, വെയിറ്റ്, യെസ്, BMS ടു ടോപ്പ് സൈഡ്. BMS തന്നു. അത് 50 minute എഫ്ഇജിയിലാണ് മെഡിക്കേറ്റ് ചെയ്തത്. യെസ്, ഒരു 50 minute എഫ്ഇജി ഫോം ചെയ്തു. ആ എഫ്ഇജിയിൽ നല്ലപോലെ മെഡിക്കേഷൻ ഉണ്ടായിരുന്നു. അവിടുന്ന് നേരെ പ്രൈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 1 2 3 ഇവിടാണ് കറക്റ്റ് 1 2 3 സ്റ്റെപ്പ്. ആ 3 സ്റ്റെപ്പും താഴേന്ന് ബ്രേക്ക് ചെയ്ത് അതെടുത്ത് നൈസായിട്ട് ടേക്ക് ചെയ്ത് പ്രീ ന്യൂയോർക്കിൽ വീണ്ടും നേരെ മേളിലേക്ക് പോയി. ഇവിടെ ഒരു മെഡിക്കേഷൻ ചെയ്തിട്ട് ഈ ഒരു മെഡിക്കേഷൻ ബ്ലോക്കിൽ മെഡിക്കേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കാം. OB മെഡിക്കേഷനാണ്, ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. സോ അത് മെഡിക്കേറ്റ് ചെയ്തു താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നീട് ഈ ലിക്വിഡിറ്റീസ് സ്വീപ്പ് ചെയ്തിട്ട് 8:30 നമ്മുടെ അടുത്ത പരിപാടി. 8:30 കഴിഞ്ഞു. സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്കാണ്. സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞ് സാധനം മേളിലേക്ക് പോയി. ഇവിടെ നമുക്ക് വല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് നോക്കാം. ഞാൻ ട്രേഡ് ചെയ്തിട്ടില്ല. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ പരിപാടി കണ്ടപ്പോഴേ ഞാൻ വലിഞ്ഞു. എത്ര നേരം എടുക്കും ഒരു പ്രൈസ് ഒരിടത്തേക്ക് എത്താൻ? എനിക്കത് താല്പര്യമില്ല. അതുമല്ല, ഈ ന്യൂസിൻ്റെ കാര്യം, ഇന്ന് 4 ന്യൂസുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ് ഈ സംഭവം. സോ താഴേക്ക് ബ്രേക്ക് ചെയ്തു. പിന്നീട് വീണ്ടും ഇവിടെ ഇതാണ് താഴത്തെ ലിക്വിഡിറ്റി. ഇത് ഒരു OB ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ അത് ബ്രേക്ക് ഇൻ മാർക്കറ്റ് സ്ട്രക്ചർ വിത്ത് എഫ്ഇജി. ഇവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു, വേണമെങ്കിൽ ആ എൻട്രി എടുക്കാമായിരുന്നു, നൈസായിരുന്നു. പക്ഷേ ന്യൂസ് ആയതുകൊണ്ട് നമ്മൾ എടുത്തില്ല. പിന്നീട് വീണ്ടും അത് ജസ്റ്റ് ഒന്ന് റിട്രേസ് ചെയ്തിട്ട് പോയതേ ഉള്ളൂ. ചിലപ്പോൾ ഇവിടെ ഒരു എഫ്ഇജി ഉണ്ടാവും. 1 minute നോക്കാം. മെഡിക്കേഷനാണ്, മെഡിക്കേഷൻ ബ്ലോക്കിൽ മെഡിക്കേറ്റ് ചെയ്താണ് പോയേക്കുന്നത്.
സോ ഭയങ്കര ഫിഷി പ്രൈസ് ആക്ഷനാണ്, അലമ്പ് പ്രൈസ് ആക്ഷൻ. സോ അത് വീണ്ടും നമ്മളുടെ ആ FEGയുടെ സെൻറ്ററിലേക്ക് ചെല്ലും, ആ ലിക്വിഡിറ്റീസൊക്കെ ഗ്രാബ് ചെയ്യും. മേ ബി അവിടെ നിന്ന് ഒരു റിവേഴ്സൽ, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പ് തൊട്ട് താഴെ വരെയുള്ള പ്രീമിയം ഡിസ്കൗണ്ടിൽ ഈ മിറ്റിഗേഷൻ ബ്ലോക്കിലേക്കോ ഈ FEGയിലേക്കോ ആ ഒരു ന്യൂസ് വന്ന് ഹൈറ്റ് ചെയ്ത് താഴേക്ക് വീണ്ടും പോവാം. ഓക്കെ, അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ. അപ്പം ഇവിടാണ് ഇനി ഒരു പോയിൻ്റ് റിവേഴ്സൽ പ്രതീക്ഷിക്കുന്നത്, അതുപോലെ വേറൊരു പോയിൻ്റ് ഇവിടെയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു ഹയർ ടൈം ഫ്രെയിമായിട്ട് 4 hour 1 hour പിന്നെ ഡെയിലി യൂസ് ചെയ്യും. എന്നിട്ട് അതിനകത്തൊക്കെ FEGs ഉണ്ടെങ്കിൽ വരച്ച് വെക്കും. അത് എൻ്റെ ടാർഗറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്ഥലമായിട്ടോ നോക്കത്തുള്ളൂ. സോ ഞാൻ ഈ ഒരു ഏരിയയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് ട്രെൻഡാണ് വരുന്നത്. സോ എനിക്കറിയാം ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ ഒരു പോയിന്റിലേക്കൊക്കെ റിവേഴ്സൽ വന്നാൽ ഈ ഒരു പോയിന്റിലേക്കൊക്കെ പ്രൈസ് എത്താനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, എനിക്കറിയാം ഇവിടെ എത്തുമെന്ന്. സോ ഞാൻ ഇവിടെ നമ്മുടെ സെക്ഷനിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ നമുക്ക് ഷുവറാണ് ഇതിവിടേക്കാണ് പോകുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ അത്രയും മാത്രമേ നോക്കുകയുള്ളൂ, ഞാൻ വേറെ ഒന്നും നോക്കാറില്ല. എൻ്റെ OB ക്രിയേറ്റ് ചെയ്യുന്നത്, ഇപ്പം ഇവിടെ ഒരു OB ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് എൻ്റെ OB. ഞാൻ വേറെ OB നോക്കില്ല. പിന്നെ ഞാൻ ആ OBയിലോട്ടുള്ള മിറ്റിഗേഷനെ നോക്കത്തുള്ളൂ. ഞാൻ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു OB ക്രിയേറ്റ് ചെയ്തേക്കുവാണെങ്കിൽ ഞാൻ ആ OBയിലോട്ടുള്ള മിറ്റിഗേഷനുകളെ നോക്കത്തുള്ളൂ പിന്നീട് പ്രൈസ് വരുമ്പോൾ. ഇപ്പം നമുക്ക് എക്സാമ്പിൾ, ഇപ്പം ഇവിടെ ഒരു OB ക്രിയേറ്റ് ചെയ്തു, ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, പിന്നീട് ബ്രേക്കോ സ്ട്രക്ചർ തന്നാൽ അവിടെ ആ OB ക്രിയേറ്റ് ചെയ്യുവാണ്. പിന്നീട് ആ പ്രൈസ് ഞാൻ ആ OBയിലേക്ക് എത്തുമ്പോഴേ ഞാൻ നോക്കത്തുള്ളൂ. OB ആണ് ഞാൻ നോക്കുന്നതെങ്കിൽ ഞാൻ പിന്നെ ഈ FEG നോക്കത്തുള്ളൂ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കറിയാം ഇന്ന സാധനങ്ങൾ മേളിലുണ്ട്, ഇവിടെ ലിക്വിഡിറ്റീസ് ഉണ്ട്, ബുള്ളിഷാണ് തരുന്നത്. സോ താഴെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കൗണ്ടിലാണല്ലോ, അപ്പോൾ നമുക്ക് ബുള്ളിഷ് അല്ലേ നോക്കാൻ പറ്റുള്ളൂ. സോ ഞാൻ ആ ഒരു ഏരിയയിലെ പരിപാടികളാണ് നോക്കുന്നത് അറ്റ് ദ മൊമെൻറ്റിൽ. ഓക്കെ, ഞാൻ വേറൊരു സാധനം നോക്കാറില്ല. മേ ബി ഇവിടെ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വരച്ച് വെച്ച് ഇപ്പോൾ ഈ 50 minute മിറ്റിഗേറ്റ് ചെയ്തതുപോലെ നോക്കാം. പക്ഷേ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ആ ഒരു സമയത്ത് എന്താണ് നടക്കുന്നതെന്നുള്ളത് കാണാനാണ് ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റും എൻ്റെ ബയാസ് അനുസരിച്ച്. എൻ്റെ ഹയർ ടൈം ഫ്രെയിം ബയാസ് സെല്ലാണെങ്കിൽ ഞാൻ ആ ബയാസ് അനുസരിച്ച് താഴേക്ക് നോക്കും. ഞാൻ താഴേക്ക് നോക്കാനുള്ള കാരണം ഇതുപോലെ എനിക്ക് സ്വിങ്ങായിട്ട് ട്രേഡ് ആവും, എനിക്ക് ബാക്കി എൻ്റെ 80% എടുത്തു കഴിഞ്ഞാൽ. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഡയറക്ഷണൽ ബയാസ് കൂടുതൽ നോക്കുന്നത്. എതിരെ ട്രേഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, പക്ഷേ എതിരെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 80% കൊണ്ട് പിന്നെ ഫുൾ എടുക്കേണ്ടി വരും. സോ നമ്മൾ ആ ഒരു എഫേർട്ട് ഇടുമ്പം അത് മാക്സിമം റൺ ചെയ്യിപ്പിക്കാൻ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സോ അങ്ങനെയാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു. അപ്പം ഇതാണ് ഇന്ന് നടന്നത്, പ്രത്യേകിച്ചൊന്നുമില്ല. See you guys in next video. Stay safe. Sipping on back for the next say something. Never tell her back that I never stay running. Sipping on facts, damn, know I got stacks in the lab, taking pictures.